എല്ലാവർക്കും ഹാപ്പി വിത്ത് സീൻസ് ലൈവ് സ്വാഗതം. ഞാൻ ഇന്നലെ വീഡിയോ ഇടാൻ കാരണമുണ്ട്, ഗിവ് അവേ വെക്കാൻ പാടില്ലെന്ന് യൂട്യൂബിൻ്റെ പുതിയ ഓർഡർ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം, അപ്പോൾ എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി മദേഴ്സ് ഡേ ആൻഡ് ഹാപ്പി ഇൻ്റർനാഷണൽ നഴ്സ് ഡേ. എല്ലാ അമ്മമാർക്കും എല്ലാ നഴ്സുമാർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ വന്നിരിക്കുന്നത് പുതിയ വെറൈറ്റികളാണ്. കാരണം ഡെൻഡ്രോബിയ മാർക്ക് മാത്രമല്ല, അല്ലാതെയുള്ള പുതിയ വെറൈറ്റി ഇതൊക്കെയാണ് വെറൈറ്റികളുടെ പിക്കുകൾ. അപ്പോൾ പുതിയ കാറ്റ്ലി ഉണ്ട്, പിന്നെ വണ്ട ഓർക്കിഡ് ഉണ്ട്, അങ്ങനെ സ്പെഷ്യൽ വെറൈറ്റീസൊക്കെ ഉള്ളത്. അത് ഞാൻ എന്തോരം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ നല്ല രസമുള്ളൊരു ബ്രാൻഡാണ് കാറ്റ്ലിയ. അപ്പോൾ ഈ വീഡിയോ ഞാൻ രണ്ടാമത് കാണിക്കാൻ കാരണം ചിലർക്ക് ഇപ്പോഴും സൈസ് ഏതായി ചോദിക്കുകയാണ്. ഇതെൻ്റെ പിന്നെ 81 വെറൈറ്റി ഡെൻഡ്രോബിയ ഓർക്കിഡിൻ്റെ സെയിലിൻ്റെ മെയ് 25 അവസാനിക്കുക. അപ്പോൾ അതിനുള്ളിൽ വാങ്ങിക്കവർക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ 10 പ്ലാന്റ്സ് ഇറക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റ്സിന് 210, അതായത് 10 പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റ്സിന് 210 രൂപ. 10 പ്ലാന്റ്സ് ഉണ്ടായിട്ട് 100 പ്ലസ് CC എക്സ്ട്രാ. അതല്ല 1 മുതൽ 9 പ്ലാന്റ്സ് വരെ എടുക്കുകയാണെങ്കിൽ 2, 3, 4 എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റ്സിന് 230 രൂപ, 230 റുപ്പീസ്. ഈ കോംബോ ഓഫർ അവസാനിക്കുന്നത് മെയ് 25 പിന്നെ കണ്ട ഇതൊക്കെയാണ് എൻ്റെ വെറൈറ്റീസ്. തുലിമീന വെറൈറ്റീസ് വിത്ത് ഫ്ലവറാണ്, മഞ്ഞ യെല്ലോ ഫ്ലവർ. അപ്പോൾ ഇതൊക്കെ വേണ്ടവർ എൻ്റെ CS കസ്റ്റമേഴ്സ് മാത്രം എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അവർക്ക് അതിൻ്റെ പ്രൈസൊക്കെ പറഞ്ഞുതരാം. കാരണം ഇപ്പോൾ അവർക്കും ഇപ്പോഴും ഞാൻ 5 വീഡിയോ ചെയ്തിട്ട് പോലും, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 3 വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് പോലും റേറ്റ് എത്രയാണ് എന്നൊക്കെ വെറുതെ ഇങ്ങനെ കമൻറ്റ് ബോക്സ് ഇടാണ്. ഞാൻ വ്യക്തമായിട്ട് റിപ്പീറ്റേഷനായിട്ട് വെറൈറ്റിയൊക്കെ പറയുന്നുണ്ട്, എന്നിട്ട് പോലും പലരും ഇങ്ങനെ പറയുകയാണ്. കുഴപ്പമില്ല, ഞാൻ എല്ലാവർക്കും CS കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്ന ഉറപ്പുള്ള കസ്റ്റമേഴ്സ് മാത്രം എൻ്റെ വാട്സപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ അവർക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരും, റേറ്റ് പറഞ്ഞു. ഇത് കാറ്റ്ലിയാണ്, നല്ല ഭംഗിയില്ലേ ഫ്ലവർ കണ്ടാൽ, വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റുകൾ ഞാൻ ഇതിലേ പറയുള്ളൂ. പിന്നെ എൻ്റെ ഇത് വേറെ വെറൈറ്റി കണ്ടാൽ നല്ല ഭംഗിയില്ലേ, ഇത് പോവാം. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റീസൊക്കെ നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുക വിത്ത് പോട്ടായിട്ടാണ് തരാം കേട്ടോ. വിത്ത് പോട്ടോടെയാണ് കണ്ടോ. ഇതൊക്കെ സൈസ് വരുന്നത് യെല്ലോ, തുലിമിന യെല്ലോ വിത്ത് ഫ്ലവറാണ് കണ്ടോ. ഇതൊക്കെ വിത്ത് പോട്ടായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സപ്പുമായിട്ട്. അപ്പോൾ മെയ് 25 എൻ്റെ കോംബോ ഓഫർ അവസാനിക്കുക. അതായത് ഒന്നുകൂടിയും പറയാം, വീണ്ടും പറയുന്നത്, എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ വ്യൂവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് വണ്ട ഓർക്കിഡ് കണ്ട, വണ്ട ഓർക്കിഡിൻ്റെ വിത്ത് ബഡൊക്കെയാണ്. പക്ഷേ എന്ത് ഫ്ലവറെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഫ്ലവർ എന്താണെന്ന് കാറ്റലോഗ് തരാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് വെറൈറ്റീസ് വരുന്നത്. സൈസ് ഇതൊക്കെയാണ്. ബഡ് വിത്ത് ബഡുള്ളുണ്ട്, വണ്ട ഓർക്കിഡ് വിത്തൗട്ട് ബഡും ഉണ്ട്. ഇതൊക്കെയാണ് സൈസുകൾ വരുന്നത്. അപ്പം കുറേ പേര് ചോദിച്ചു എൻ്റെ അടുത്ത്, ചേച്ചിയുടെ കയ്യിൽ എപ്പോഴും ഈ ഡെൻഡ്രോബിയ ഓർക്കിഡ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ എന്താ പറയുക, അങ്ങനെ വാങ്ങിക്കുള്ളവർക്ക് ഇപ്പോൾ കൊണ്ടുവന്ന കുറച്ച് വെറൈറ്റീസാണ്. വണ്ട, കാറ്റ്ലിയ, പിന്നെ വേറൊരു സ്പെഷ്യൽ വെറൈറ്റീസുകളുണ്ട്. ഒക്കെ റേറ്റ് അത്ര ഇതിനൊന്നും അത്ര റേറ്റ് ഇല്ല, പക്ഷേ ചിലതിന് റേറ്റ് കൂടുതലാണ്, 1000 എബോവ് വരും ചില വെറൈറ്റീസിന് കേട്ടോ. അപ്പോൾ അത് പുലിക്കുട്ടികൾ, അതായത് കുറേ ഓർക്കിഡ് ഡെൻഡ്രോബിയ ഇല്ലാണ്ട് ഉള്ള ഫെലോപ്സിസ്, പിന്നെ ഫെലോപ്സിസിൻ്റെ 12 വെറൈറ്റീസ് ഉണ്ട് വിത്ത് ബഡായിട്ട് വേണമെങ്കിൽ, വിത്ത് ബഡ് വിത്ത് ഫ്ലവർ ആണെങ്കിൽ വിത്ത് ഫ്ലവർ 480 വരും. അപ്പോൾ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് സൈസുകൾ വരുന്നത്. ഇത് വേണ്ട ഓർക്കിഡാണ്, പക്ഷേ ഇതിൻ്റെ എനിക്ക് കാറ്റലോഗ് തരാൻ പറ്റത്തില്ല ഏത് ഫ്ലവറാണെന്നുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക, കാരണം ഇതിൻ്റെ കാറ്റലോഗ് എൻ്റെ കയ്യിലില്ല. വിത്ത് ബഡാണ്, വിരിയുമ്പോൾ അറിയാം ഏത് ഫ്ലവറാണെന്ന്. വേണ്ട ഓർക്കിഡാണ് കണ്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ മെയ് 25 പിന്നെ ഗീവ് അവേ വെക്കാൻ പാടില്ല എന്ന് പുതിയൊരു യൂട്യൂബിൽ ഒരു ഇത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നൈറ്റ്, അത് ഡിലീറ്റ് കളയാൻ കാരണം അതുകൊണ്ടാണ്. ഗീവ് അവേ വെച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ 1K സബ്സ്ക്രൈബർ, അതായത് എനിക്ക് 1K അടിക്കുമ്പോൾ ഞാൻ എൻ്റെ 6 പേർക്ക്, ഇന്നതൊന്നും പറയുന്നില്ല, 6 പേർക്ക് കുറഞ്ഞ റേറ്റിൽ ഞാൻ എന്താ പറയുക പ്ലാന്റ് കൊടുക്കും. പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അവസാനം സംഭവം വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നുണ്ട്. ഇതൊക്കെയാണ് ഇത് ഇത്തിരി റയർ വെറൈറ്റീസാണ്, ഇത്തിരി ഭയങ്കര വില കൂടിയ ഒരു 1500 എബോവ് വരും ഇതിനൊക്കെ കേട്ടോ. നല്ലൊരു വെറൈറ്റിയാണ്, വിത്ത് ബഡില്ല കേട്ടോ. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. പേര് ഇത്തിരി വയക്കൊള്ളാത്ത പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല ഒരു വെറൈറ്റിയാണ്, അത്യാവശ്യം നല്ല പ്രൈസുള്ള വെറൈറ്റിയാണ്.
പുലികൾക്ക് കാണാം, പുലിക്കുട്ടികൾക്കൊക്കെ മനസ്സിലാവും എന്താണെന്ന്. ഇതും അതുപോലെ തന്നെ നല്ല വെറൈറ്റിയാണ് കണ്ടോ. നല്ല അതായത് ബഡ് വേറെ പ്ലാന്റാണ്, സീഡ്ലിംഗ് കോമ്പല്ല, ബഡ് വേറെ റയർ വെറൈറ്റീസാണ്. പുലിക്കുട്ടികളായ അതിനെ കേട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാം. പിന്നെ സാധാരണക്കാരായ എൻ്റെ പാവം കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഡെൻഡ്രോബിയ. ഇത് അത് നല്ല ഭംഗിയിൽ. ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ, ഒരു ഇംഗ്ലീഷ് തോന്നുന്നുണ്ട്, സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇത് അതിൽ വിട്ടൊരു വെറൈറ്റി നല്ല രസമാണ് കണ്ടാ. ഞാൻ ഇതൊരെണ്ണം വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കുഞ്ഞ്, അതായത് ഇതിൻ്റെ ആ ഇരിക്കണ വിത്ത് ഫ്ലവർ അല്ല കേട്ടോ, വിത്ത് ബഡാണ്, ചെറിയ ബഡായിരിക്കും ഉണ്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കാണിച്ചാണ്. ഇത് വിത്ത് ഫ്ലവർ, ഇതിൻ്റെ ഫ്ലവർ ആയിരിക്കുക. ഇതിൻ്റെ വിത്ത് ഫ്ലവർ ഇല്ല, വിത്ത് ബഡാണ്. പിന്നെ ഇത് ചെറിയ പ്ലാന്റാണ്. അത് ഞങ്ങൾക്ക് എൻ്റെ കണ്ടാ കുഞ്ഞ് പ്ലാന്റാണ് ഇരിക്കുന്നത് കണ്ടാ, ചെറിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ അങ്ങനെയാണ് അതിൻ്റെ വെറൈറ്റീസ് വരാം കണ്ടാ. പിന്നെ ഇതെൻ്റെ 81 വെറൈറ്റീസ് ഡെൻഡ്രോബിയം ഓർക്കിഡ്. ഞാനിപ്പോൾ ഒരു 5 months ആയിട്ട് സെയിൽ ചെയ്തിരുന്നത്, എല്ലാവർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയാണ്. നല്ല ഭംഗിയുള്ള കോമ്പാക്റ്റ് വെറൈറ്റീസും ഉണ്ട്, അല്ല സാധാ വെറൈറ്റീസും ഉണ്ട് കണ്ട, നല്ല ഭംഗിയിൽ ഇതൊക്കെ. അപ്പോൾ അത് എന്താ പറയുക പറഞ്ഞില്ലേ, നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കാനാണെങ്കിൽ, ഗിഫ്റ്റ് കൊടുക്കാനാണ്, അതായത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ വിത്ത് പോട്ടായിട്ട് വാങ്ങിക്കും നല്ലത്. അതായത് നിങ്ങൾക്ക് വളർത്താനാണെങ്കിൽ നിങ്ങൾ വിത്തൗട്ട് പോട്ട് വാങ്ങിക്കാം. വിത്ത് പോട്ടാകുമ്പോൾ CCയിൽ വേരിയേഷൻ വരും. പിന്നെ ചിലർ ചോദിക്കുന്നതാണ്, അതായത് വിത്ത് പോട്ടും വിത്തൗട്ട് പോട്ടും പ്രൈസ് വ്യത്യാസം ഉണ്ടോയെന്ന്. പ്രൈസ് വ്യത്യാസമില്ല. പ്ലാന്റിൻ്റെ പ്രൈസ് 10 കോമ്പോയ്ക്കും പിന്നെ ആ ഒരു 1 to 9 വരെയുള്ള പ്ലാന്റുകൾ മാത്രമാണ് കുറച്ച് ചേഞ്ച് വരുന്നത്. അതായത് 210 210 രൂപ 10 കോമ്പോയ്ക്കും ഒരെണ്ണത്തിന്, പിന്നെ 109 വാങ്ങിക്കാൻ 230 രൂപ അങ്ങനെ വരുന്നത്. അല്ലാണ്ട് വേറെ പ്രൈസ് വരുന്നില്ല. ഞാൻ പറയുന്നത് CC, അതായത് വിത്ത് പോട്ടാകുമ്പോൾ അതിന് വെയിറ്റ് കൂടില്ലോ, അതിൽ ഓൾറെഡി ചാർക്കോളും ഒക്കെ ജ്യൂസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത് അതിന് ഈ നിങ്ങൾക്ക് ഈ ഇരിക്കണ പ്ലാന്റാണ്, അതായത് ഈ ഇരിക്കണ വിത്ത് ബഡാണ് വിത്ത് ബഡ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ഥലത്ത് വിത്ത് ഫ്ലവർ ആയിട്ട് ഇരിക്കുന്നുണ്ട്, കുറച്ച് വിത്ത് ബഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഏതോ വിത്ത് ഫ്ലവർ വേണോ വിത്ത് ഫ്ലവർ ആയിട്ട് തരാം, വിത്ത് ബഡ്. പക്ഷെ ഞാൻ വിത്ത് ബഡാണ് പ്രിഫർ ചെയ്യുക. കാരണം വിത്ത് ഫ്ലവർ ആകുമ്പോൾ നമുക്ക് അതേ നാൾ നിൽക്കായല്ല പറയണേ. വിത്ത് ബഡാണെങ്കിൽ അത് വിരിഞ്ഞ്, ഇപ്പോൾ വിത്ത് ബഡ് എന്ന് പറയുമ്പോൾ ഒക്കെ പെട്ടെന്ന് വരുന്നില്ല. ചിലത് 2 ദിവസം കൊണ്ട് വിരിയും, 5 ദിവസം കൊണ്ട് വിരിയും, ചിലത് 5 ദിവസം കൊണ്ട് അങ്ങനെ വിരിയണ ബഡുകളായിരിക്കും. അപ്പോൾ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുക. 10 plants കോംബോ, 1 plants 210 rupees, 1 to 9 plants 1 plants 230. 10 plants എടുക്കുകയാണെങ്കിൽ ഒരു ചെടിക്ക് 210 രൂപ വരും. അതല്ല നിങ്ങൾ 1 മുതൽ 9 വരെ പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ ഒരു ചെടിക്ക് 230 രൂപ വരും. ഇതിനും കൂടി ഞാൻ എന്താ പറയുക എനിക്കറിയാം. പിന്നെ എൻ്റെ ലൊക്കേഷൻ, എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. എൻ്റെ കസിൻ്റെ നഴ്സറിയിലാണ് ഈ ഓർക്കിഡ് ഉള്ളത്. അപ്പോൾ കസിസ്റ്റർ നഴ്സറിയിലാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാനിപ്പോൾ ഒരു 5 months ആയി. ഇതുവരെയ്ക്ക് ഞാൻ ചീറ്റ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും ഞാൻ പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. പിന്നെ എന്നോട് വന്നിട്ട് ഈ ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക. വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കരുത് എന്താ പറയുക, ലൊക്കേഷൻ എവിടെയാ. എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ അടുത്ത് മണ്ണുത്തിയാണ് എൻ്റെ സ്ഥലം. പക്ഷേ എൻ്റെ കസിസ്റ്റർ നഴ്സറിയിലാണ് ഈ പ്ലാന്റ്സ് ഡെൻഡ്രോബിയ ഉള്ളത്. മനസ്സിലായേ. പിന്നെ ചില ചോദിക്കുന്നവർ വേണേ ഈ വടി പോലെ ഇരിക്കുന്നല്ലോ എന്ന്. എൻ്റെ സുഹൃത്തുക്കളെ, ഈ വടി പോലെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. ആ വടിയുമെന്ന് വരെ എന്താ പറയുക, ബഡ് വന്നിട്ട് ഫ്ലവർ വരും. അത്രയും അത് മെച്യൂർഡായിട്ടാണ്. നമ്മളിപ്പോൾ ഒരു കുട്ടി ഉണ്ടായി, അത് കുറച്ച് കഴിഞ്ഞ് ആ കുട്ടി ആദ്യം നമ്മൾ പാൽ കൊടുക്കും. പിന്നെ നമ്മൾ കുറച്ച് ചോറും പഴക്കരച്ച് നമ്മൾ വായിൽ കൊടുക്കും പല്ല് വരണ വരെ. പല്ല് വന്നു കഴിഞ്ഞ് 5 വയസ്സ് കഴിഞ്ഞാൽ നമ്മളത് പിന്നെ അവർ തന്നെ ചോദിക്കും. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ അവർ തന്നെ എടുത്ത് കഴിക്കും അല്ലേ. അതുപോലെ തന്നെ ഇവർക്ക് ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ ഡെൻഡ്രോബിയ ഓർക്കിഡ് മൊക്കാറ വണ്ടക്കില്ല, അവർക്ക് നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ അവരിത് തന്നെ അതിൽ നിന്ന് തൈകളും പിന്നെ സ്പൈക്ക്. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. നാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഞാൻ ഒരു വീഡിയോ വേറെ ഇടുന്നുണ്ട് ഷോർട്സ് ആയിട്ട്. ഞാൻ കാണിച്ചു തരാം അതിലെൻ്റെ ബഡ് വന്നിട്ടുള്ളതൊക്കെ. അപ്പോൾ അത് താല്പര്യമുള്ളവർ വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾ പിന്നെ ഷെയ്ഡിൽ വെക്കണം. പിന്നെ എന്താ പറയുക, പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ വിത്തൗട്ട് പോട്ടിടുമ്പോൾ ചിലപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവും. ഒരു കുഴപ്പമില്ല ഉണങ്ങിയാലും അതൊക്കെ നിങ്ങൾക്ക് 1 മാസമുള്ളിൽ അത് നല്ല റൂട്ട് വന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ പറഞ്ഞില്ലേ, അതായത് ഗിഫ്റ്റ് കൊടുക്കാനാണ്, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, പിന്നെ അമ്മമാർക്ക് പെട്ടെന്ന് പോട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന അമ്മമാരുണ്ടാവില്ല, അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഈ പോട്ടിലിരുന്നാലും ഇപ്പോൾ ഈ നഴ്സറി ഇരിക്കുന്ന പോട്ട് തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായി. വേറെ പോട്ടല്ല. ആ പോട്ട് അത്യാവശ്യം വലിപ്പമുണ്ട്. ആ പോട്ട് അതിൽ കരി ഉണ്ടാവും, ചകകഷ്ണം ഉണ്ടാവും. പിന്നെ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കൊക്കെ നല്ല വെറൈറ്റി കളറുകളാണ്. അപ്പോൾ എന്നെ കുറേ പേര് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കേൾക്കാത്തവർ ഇനി പുതിയ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 1K അടിക്കുമ്പോൾ 6 പേർക്ക് റേറ്റ് കുറച്ചിട്ട് ഞാൻ 6 പ്ലാൻസ് കൊടുക്കുന്നതായിരിക്കും.
അതായത് 6ഉം 2 റോബി ഈ ഓർക്കിഡല്ല, ഓർക്കിഡും ഉണ്ട് അതിൽ, അല്ലാണ്ട് അത്യാവശ്യം റേറ്റുള്ള എൻ്റെ പ്ലാന്റ്സുകളിൽ നിന്ന് വേറെ പ്ലാന്റ്സുകളുണ്ട്, അതും കൊടുക്കുന്നത് 6 പേർക്ക് വില കുറച്ച്. കാരണം ഗിവ് വെക്കാൻ പാടില്ല എന്ന് പുതിയ റൂൾസ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അവിടെ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയി തന്നിരുന്നത്, പക്ഷേ അങ്ങനെ ഉണ്ട്. നല്ല ഭംഗി കളർ നോക്കിയാൽ, ഇതൊക്കെ എന്തൊരു ഭംഗിയാണ്. ഇത് പിന്നെ ആ മഞ്ഞൊക്കെ അത് കുറേ നാൾ നിൽക്കും. ചില വെറൈറ്റീസേ അതായത് വെരിഗേറ്റഡ് ഉണ്ട്, അതായത് കോമ്പാക്റ്റ് എന്ന് പറയും. അതിൽ ചില വെറൈറ്റീസ് കുറേ നാൾ നിൽക്കും. അതായത് നമ്മളിപ്പോൾ 1 മാസം 1.5 മാസമല്ല, 2-2.5 മാസമൊക്കെ നിൽക്കും ചില വെറൈറ്റീസ് കേട്ടോ. ചിലത് 1 മാസമൊക്കെ നിൽക്കുള്ളൂ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെയാണ് സൈസുകൾ വരുന്നത്. പിന്നെ സൈസ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 80 വെറൈറ്റികളുണ്ട്. പിന്നെ ചിലർ ചോദിക്കുന്നതാണ് യെല്ലോ ലീഫായി ചോദിച്ചാൽ, യെല്ലോ ലീഫായിക്കോട്ടെ, ആ ഇല കൊഞ്ഞു പോയാലും വീണ്ടും വരും എൻ്റെ മക്കളെ. ആ യെല്ലോ ലീഫായൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഷെയ്ഡിൽ വയ്ക്കും. പിന്നെ എല്ലാവർക്കും മഴ കിട്ടി കാണൂലേ, അപ്പം എനിക്കൊക്കെ കുറച്ച് ദിവസം മഴ കിട്ടി. അപ്പം ഇനി പിന്നെ ഈ ഡെൻഡ്രോബിയം ഷെയ്ഡിൽ വയ്ക്കാം. ഇപ്പോൾ ഷെയ്ഡിൽ വയ്ക്കുക, ഇനി മഴയല്ല വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മഴയൊക്കെ മാറുമ്പോൾ പിന്നെ നമ്മളെ പോലെ തന്നെ അതിന് ചൂടും അതായത് തണവും വെയിലും രണ്ടും കൊള്ളിക്കണം, മനസ്സിലായോ? അതാണ് ഫ്ലവർ രണ്ടാമത് ഉണ്ടാവുക ഒക്കെ ചെയ്യുക. ഇപ്പം മഴ സീസണിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ഷെയ്ഡിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് സൈസുകൾ വരുന്നത്. പിന്നെ എന്നോട് 80 വെറൈറ്റി സൈസ് കാണിക്കുന്നത് ഇതാണ് അവസാനത്തെ ഈ പ്ലാന്റ്. സെയിം പ്ലാന്റ് 230, സെയിം പ്ലാന്റ് 220 കണ്ടോ. സെയിം പ്ലാന്റ് 220, സെയിം പ്ലാന്റ് 230, സെയിം പ്ലാന്റ് 220, സെയിം പ്ലാന്റ് 230. സെയിം പ്ലാന്റ് നിങ്ങൾക്ക് തന്നിരിക്കും, അതാണ് സെയിം പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ സെയിം പ്ലാന്റ് 220, സെയിം പ്ലാന്റ് 230. 2 സ്പൈക്ക് ഉണ്ട്. താങ്ക് യു.